രാജ്യത്തിനായി കളിക്കുന്നത് സ്വപ്നം കണ്ടു തുടങ്ങിയ നാൾ മുതൽക്ക് ദാ ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. കാർലോസ് ബ്രാത്ത്വൈറ്റിന്റെ കയ്യിൽ നിന്ന് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സഞ്ജു വികാരാധീനായി. ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ. സൂര്യകുമാർ യാദവ് പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. രാജ്യം മുഴുവൻ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളിയെ ആഘോഷമാക്കുകയാണ്. ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പലർക്കും അയാളുടെ ഇന്നിംഗ്സിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. ഇന്ത്യ ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇരവലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സഞ്ജുവിനെ ചേർത്ത് പിടിച്ച് രോഹിത് ശർമ്മ പറഞ്ഞൊരു വർത്തമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. നിരാശപ്പെടാൻ ഒന്നുമില്ല, ഇത് ഒരു നീണ്ട ടൂർണമെൻ്റാണ്. അവസരങ്ങൾ എപ്പോൾ വേണമെങ്കിലും തേടിയെത്താം. കാത്തിരിക്കൂ. സഞ്ജു കാത്തിരുന്നു. അവസരങ്ങൾ അയാളെ തേടി വീണ്ടും എത്തി. കിട്ടിയ അവസരങ്ങളിലൊക്കെ അയാൾ ടീമിനായി നിർണായക സംഭാവനകൾ നൽകി. ഇനി ആ വലിയ പോര് വാങ്കഡെ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൈനൽ ടിക്കറ്റിന് ബാക്കിയുള്ളത് ഒരൊറ്റ കടമ്പ കൂടി. തുടർച്ചയായ 3-ാം തവണയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും T20 ലോകകപ്പ് സെമിയിൽ നേർക്കുനേർ വരുന്നത്. 2022 ഇംഗ്ലണ്ട് ഇന്ത്യയെ തകർത്ത് ഫൈനലിൽ പ്രവേശിച്ചു. അന്നവർ വിശ്വകിരീടം ഷെൽഫിലെത്തിച്ചു. 2024 വീണ്ടും ഇംഗ്ലണ്ടും ഇന്ത്യയും നേർക്കുനേർ വന്നു. രോഹിത് ശർമ്മ അന്ന് പകരം വീട്ടി. ജോസ് ബട്ട്ലറിനും സംഘത്തിനും മടക്ക ടിക്കറ്റ് അടിച്ച് കയ്യിൽ കൊടുത്ത ഇന്ത്യ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി വിശ്വകിരീടം അണിഞ്ഞു. ഒരിക്കൽ കൂടി ആ പോര് ആവർത്തിക്കുന്നു. T20 ലോകകപ്പ് ഹിസ്റ്ററിയിൽ 5 തവണയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും മുമ്പ് നേർക്കുനേർ വന്നത്. അതിൽ 3 തവണ ഇന്ത്യ വിജയിച്ചപ്പോൾ ഇംഗ്ലണ്ട് 2 മത്സരങ്ങളിലാണ് ജയം കുറിച്ചത്. പ്രഥമ T20 ലോകകപ്പിൽ ഡർബനെ പൂരപ്പറമ്പാക്കിയ യുവിയുടെ ഇന്നിംഗ്സ് അടക്കം ഒരുപിടി ഓർമ്മകൾ മായാതെ കിടപ്പുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഓർമ്മയിൽ. മൊത്തം കണക്കുകൾ എടുത്തു നോക്കുമ്പോഴും T20 ക്രിക്കറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരുകളിൽ ഇന്ത്യക്കാണ് മേൽക്കൈ. ആകെ കളിച്ച 29 മത്സരങ്ങളിൽ 17 എണ്ണത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ 12 കളികൾ ഇംഗ്ലണ്ട് വിജയിച്ചു. അവസാനം ഏറ്റുമുട്ടിയ 6-ൽ 5 കളികളിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടുണ്ട്. പോയ വർഷം ജനുവരിയിൽ അരങ്ങേറിയ T20 പരമ്പര 4-1 ഇന്ത്യ സ്വന്തമാക്കിയത്. ഇനി ഇന്ത്യൻ മണ്ണിലെ കണക്കുകൾ എടുത്ത് നോക്കിയാലോ? ഇന്ത്യൻ മൈതാനങ്ങളിൽ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ 10 മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചു, 6 എണ്ണത്തിൽ ഇംഗ്ലണ്ടും. T20 ക്രിക്കറ്റിൽ വാങ്കഡയിലെ ഇന്ത്യയുടെ റെക്കോർഡുകളും മോഹിപ്പിക്കുന്നതാണ്. 2017 ശേഷം വാങ്കഡയിൽ അരങ്ങേറിയ ഒരൊറ്റ T20 മത്സരത്തിലും ഇന്ത്യ തോറ്റിട്ടില്ല. ആകെ കളിച്ച 7-ൽ 5 മത്സരങ്ങളും ഇന്ത്യ ഈ മൈതാനത്ത് ജയിച്ചിട്ടുണ്ട്. ഈ കണക്കുകളൊക്കെ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും ഇംഗ്ലണ്ടിനെ ഒറ്റയടിക്കങ്ങ് എഴുതിത്തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇതുവരെ കഴിഞ്ഞ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളിലെ പ്രകടനങ്ങളും വിലയിരുത്തുമ്പോൾ. ടൂർണമെന്റിലേക്ക് ഹോട്ട് ഫേവറേറ്റുകളായി എത്തിയ നിലവിലെ ചാമ്പ്യന്മാരുടെ കംപ്ലീറ്റ് ഡൊമിനൻസ് കണ്ട മത്സരങ്ങൾ കുറവായിരുന്നു. താരതമ്യേന ദുർബലരായ ടീമുകൾ പോലും ഇന്ത്യയെ വിറപ്പിക്കുന്നത് കണ്ടു. 6 ലെഫ്റ്റ് ഹാൻഡർമാരെ കുത്തിനിറച്ചുണ്ടാക്കിയ കോമ്പിനേഷൻ എക്സ്പോസ്ഡായി. പ്രോട്ടിയാസിനെതിരായ തോൽവിക്ക് ശേഷമാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് റൈറ്റ് ഹാൻഡറായ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരുന്നത്. പല താരങ്ങളുടെയും ഇൻകൺസിസ്റ്റൻസി ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി കിടപ്പുണ്ട് ഇപ്പോഴും. ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ ഒരൊറ്റ മത്സരത്തിലാണ് നന്നായി ഡെലിവർ ചെയ്തത്. ലോക 1-ാം നമ്പർ ബോളർ വരുൺ ചക്രവർത്തി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി നന്നായി തല്ലുവാങ്ങുന്നുണ്ട്. ഫീൽഡിങ്ങിൽ ഇന്ത്യ വരുത്തുന്ന പിഴവുകൾ ചെറുതല്ല. ടൂർണമെന്റിൽ ഇതുവരെ 13 ക്യാച്ചുകൾ ഇന്ത്യ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ 8-ലെ നിർണായക മത്സരത്തിലും ഇന്ത്യൻ താരങ്ങളുടെ കൈകൾ ചോർന്നു. 3 നിർണായക ക്യാച്ചുകളും ഒരു റൺഔട്ട് ചാൻസുമാണ് ഇന്ത്യ വിൻഡീസിനെതിരെ നഷ്ടപ്പെടുത്തിയത്. ഫീൽഡിലെ പിഴവുകൾ കൊണ്ട് മാത്രം ഏകദേശം 20 റൺസ് എക്സ്ട്രാ നൽകിയിട്ടുണ്ടെന്ന്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ. കഴിഞ്ഞ ലോകകിരീടം ഇന്ത്യ ഷെൽഫിലെത്തിക്കുന്നതിൽ ബൗണ്ടറി ലൈൻ അരികിൽ വെച്ച് സൂര്യകുമാർ യാദവ് എടുത്തൊരു അവിശ്വസനീയ ക്യാച്ചിന് നിർണായക റോളുണ്ട്. ഒരു ക്യാച്ചിന് ഒരു വിശ്വകിരീടത്തിൻ്റെ വിലയുണ്ടെന്ന് അന്ന് പലരും തിരിച്ചറിഞ്ഞതാണ്. നഷ്ടപ്പെടുത്തുന്ന ക്യാച്ചുകൾ മത്സരത്തിൻ്റെ ഗതിയെ തന്നെ തിരിക്കാമെന്നിരിക്കെ ഇന്ത്യൻ ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയേ തീരൂ. അതേസമയം ഇന്ത്യൻ നിരയിൽ പലരുടെയും പ്രകടനങ്ങൾ ആശാവഹമാണ്. ശിവൻ ദുബെയുടെ ഫോം ടൂർണമെന്റിലെ പല മത്സരങ്ങളിലും ഇന്ത്യൻ വിജയത്തിൽ നിർണായക റോൾ വഹിച്ചിട്ടുണ്ട്. വിൻഡീസിനെതിരായ മത്സരത്തിൽ ദുബെ അടിച്ച 2 ബൗണ്ടറികൾക്ക് പൊന്നും വിലയുണ്ടായിരുന്നു. ബോളിംഗിൽ ഇപ്പോഴും ജസ്പ്രീത് ബുംറയെ കണ്ണുമടച്ച് വിശ്വസിക്കാം. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും റണ്ണൌട്ട് നിയന്ത്രിക്കാനും നിർണായക വിക്കറ്റുകൾ വീഴ്ത്താനും ഇന്ത്യ ഇപ്പോഴും ആശ്രയിക്കുന്നത് ബുംറയാണ്. 6.3 ടൂർണമെന്റിൽ ബുംറയുടെ എക്കോണമി നിരക്ക്. ടൂർണമെന്റിൽ ആകെ 3 സിക്സറുകളാണ് ബുംറ വഴങ്ങിയത്. ബുംറ ഈസ് എ ബാങ്കർ ആൻഡ് വി വിൽ കണ്ടിന്യൂ ടു യൂസ് ഹിം ഇൻ എ ഡിഫറെന്റ് വേസ് എന്നാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഗൗതം ഗംഭീർ പറഞ്ഞു വെച്ചത്. 5 ലെഫ്റ്റ് ഹാൻഡർമാരുമായി ഇറങ്ങുന്ന ഇന്ത്യക്കായി ഇംഗ്ലണ്ട് ഓഫ് സ്പിൻ കണി ഒരുക്കും എന്ന കാര്യം തീർച്ചയാണ്. വിൽ ജാക്സ് പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും അവർക്കായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയമാണിത്. ടൂർണമെന്റിൽ ഇതുവരെ 4 മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ജാക്സിനെ തേടിയെത്തിയിട്ടുണ്ട്. മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ മാത്രമാണ് ഇതിനു മുമ്പ് ഒരു ലോകകപ്പിൽ 4 മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. വീണു പോകും എന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്ന്
പല കുറി ഈ ടൂർണമെന്റിൽ ജാക്സ് ഇംഗ്ലണ്ടിനെ കരകയറ്റിയിട്ടുണ്ട്. ഡെത്ത് ഓവറുകളിൽ ജാക്സിനേക്കാൾ റൺസ് ഈ ടൂർണമെന്റിൽ മറ്റൊരു കളിക്കാരനും സ്കോർ ചെയ്തിട്ടില്ല. സ്പിൻ കണി ഒരുക്കാൻ ആദിൽ റഷീദും ലിയാം ഡാവ്സണും ഒക്കെ ഹാരി ബ്രൂക്കിന്റെ സംഘത്തിലുണ്ട്. ടോപ്പ് ഓർഡറിനെ നേരത്തെ പൊളിച്ചാൽ ഇന്ത്യയെ വീഴ്ത്താമെന്ന് ഹാരി ബ്രൂക്ക് മനസ്സിൽ കാണുന്നുണ്ടാകും. ഏർലി വിക്കറ്റ്സ് ഇന്ത്യക്കെതിരെ ഏറെ നിർണായകമാണ്. സഞ്ജു സാംസണെതിരെ ജോഫ്ര ആർച്ചർ തുടരുന്ന ഡൊമിനൻസ് ആവർത്തിക്കുമോ എന്ന് കണ്ടറിയണം. സഞ്ജുവിൻ്റെ വീക്ക്നെസ്സുകൾ പലതും എക്സ്പോസ്ഡ് ആയത് കഴിഞ്ഞ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിലാണ്. അന്ന് ആർച്ചറിന് മുന്നിൽ സഞ്ജു പല കുറി വീഴുന്നത് നമ്മൾ കണ്ടു. ഷോർട്ട് ബോളുകൾ കളിക്കുന്നതിലെ വീക്ക്നെസ്സുകൾ ഇപ്പോഴും സഞ്ജുവിനുണ്ടെന്ന് സുനിൽ ഗവാസ്കർ ലോകകപ്പിൽ കമൻട്രിക്കിടെ ഒരിക്കൽ പറയുന്നുണ്ട്. ലോകകപ്പിൽ ഇതുവരെ 10 വിക്കറ്റുകൾ പോക്കറ്റിലാക്കിയ ആർച്ചർ അതിൽ 8 വീഴ്ത്തിയത് പവർ പ്ലേയിലാണ് എന്നോർക്കണം. സോ ആർച്ചർ എന്ന കടമ്പ സഞ്ജു അടക്കമുള്ള ബാറ്റർമാർ എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയണം. അതേസമയം ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ജോസ് ബട്ട്ലറിൻ്റെ ഫോം ടീമിനെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയാണ്. 5 മത്സരങ്ങളിലാണ് മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഇക്കുറി ഒറ്റയക്കത്തിന് പുറത്തായത്. ഇനി ഇംഗ്ലീഷ് ടോപ്പ് ഓർഡർ നോക്കൂ. 21.9 ടൂർണമെൻറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് 6 ബാറ്റർമാരുടെ ശരാശരി ആവറേജ്. 3rd ലോവസ്റ്റ് ഇൻ ദ ടൂർണമെൻറ്റ്. താഴെ ഒമാനും നമീബിയും മാത്രം. വിൽ ജാക്സ് മാത്രമാണ് സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത്. പാകിസ്ഥാനെതിരായി ബ്രൂക്കിൻ്റെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരൊക്കെ നിരാശപ്പെടുത്തി. സെമിക്ക് മുമ്പേ ഇരു ടീമുകളുടെയും വീക്ക്നെസ്സുകൾ തുറന്നുകാട്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ടാകും ക്യാപ്റ്റന്മാർ തന്ത്രങ്ങൾ മെനയുക. ഇംഗ്ലണ്ട് പകരം ചോദിക്കുമോ അതോ ഇന്ത്യയുടെ അപ്രമാദിത്വം തുടരുമോ? കാത്തിരുന്ന് കാണാം.